പണം കടം വാങ്ങുക എന്നുള്ളത് പലരും ലാഘവത്തോടെ കാണുന്ന കാര്യമാണ് അല്ലേ? എന്നാൽ ഇസ്ലാം അതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കടം വാങ്ങുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണ്. പക്ഷേ അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമല്ല. കടത്തിൽ നിന്ന് രക്ഷ നേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് നമുക്ക് കാണാൻ പറ്റും. അതിന് കാരണമായിട്ട് പറഞ്ഞത് കടം നുണ പറയുന്നതിലേക്കും പ്രോമിസ് ലംഘിക്കുന്നതിലേക്കും നയിക്കും എന്നുള്ളതാണ്. കൊടുത്ത പണം തിരിച്ചു ചോദിക്കുമ്പോൾ പലരും നുണ പറയാറുമുണ്ട്, പ്രോമിസുകൾ ലംഘിക്കാറുമുണ്ട് അല്ലെ? അപ്പൊ കടം എന്നുള്ളത് ചില്ലറക്കാരനല്ല. അത് നമ്മുടെ സ്വഭാവത്തെ ദോഷകരമായി ബാധിക്കുന്നു, സമാധാനത്തെ ബാധിക്കുന്നു, ബന്ധങ്ങളെ ബാധിക്കുന്നു, നമ്മുടെ അന്തസ്സിനെ ബാധിക്കുന്നു. അതിനേക്കാൾ ഉപരി നമ്മുടെ പരലോക ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു. ഒരു ഷഹീദിന് അഥവാ രക്തസാക്ഷിക്ക് കടമൊഴിച്ച് എല്ലാം പുറത്തു കൊടുക്കും എന്ന ഹദീസ് നമുക്ക് കാണാൻ പറ്റും. മരിച്ച ഒരു വ്യക്തിക്ക് കടമുണ്ട് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മയ്യിത്ത് നമസ്കാരം ലീഡ് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും എന്നുള്ളത് കടത്തിന്റെ ഗൗരവം അടിവരയിടുന്നതാണ്. ഇനി കടം വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു 4 പോയിന്റ് പറയാം. ഒന്നാമത്തെ പോയിന്റ്, കടം തിരിച്ചു കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കണം കടം വാങ്ങേണ്ടത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, മറ്റുള്ള ആളുകളിൽ നിന്ന് കടം വാങ്ങുമ്പോൾ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി കടം വാങ്ങാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനാവശ്യമായി പണം കടം ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആരോടാണോ പണം കടം ചോദിക്കുന്നത് അവർക്കും ആ പണത്തിന് പല ആവശ്യങ്ങളും ഉണ്ടാകും. അവരുടെ പല ഇഷ്ടങ്ങളും മാറ്റിവെച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾക്ക് പണം കടം തരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പണം കടം ചോദിക്കുക. അനാവശ്യമായി പണം കടം ചോദിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഇഷ്ടങ്ങളെയാണ് ഇല്ലാതെയാക്കുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിന്റ്, ഒരു സമയം നിശ്ചയിക്കുക, ആ സമയത്തിനുള്ളിൽ തന്നെ തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പണം ഉണ്ടായിട്ടും കടം തിരിച്ചടക്കുന്നത് ഡിലേ ആക്കുക എന്നുള്ളത് അന്യായമാണ് എന്നാണ് ഹദീസ് പറയുന്നത്. നാലാമത്തെ, അധികമാരും ചിന്തിക്കാത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ ആണ്, പണപ്പെരുപ്പം. ഇന്ന് നമ്മൾ 1,00,000 രൂപ ഒരാളിൽ നിന്ന് കടം വാങ്ങിയിട്ട് അത് 1 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ ഇന്നത്തെ മൂല്യം ഉണ്ടാവുകയില്ല ആ 1,00,000 1 വർഷം കഴിഞ്ഞാൽ എന്ന് മനസ്സിലാക്കണം. ഇന്ന് 1,00,000 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് കിട്ടുകയില്ല എന്ന് വെച്ചാൽ അതിന്റെ മൂല്യം ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. അപ്പൊ നമ്മൾ തിരിച്ചടവ് ഡിലേ ആക്കുന്ന സമയത്ത് കടം നമുക്ക് തന്ന ആൾക്ക് നമ്മൾ ഈ രീതിയിൽ നഷ്ടം വരുത്തുന്നുണ്ട് എന്ന ബോധ്യം കൂടെ നമുക്കുണ്ടാവണം. അപ്പൊ നമ്മുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ് എന്ത്, അദ്ദേഹത്തിന് പരമാവധി നഷ്ടം കുറക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ അത് തിരിച്ചടക്കുകയും ചെയ്യുക എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ അടുത്ത വീഡിയോ കടം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കും. That's all for now. This is Salim signing off. Barakah in your wealth, peace in your heart.